ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയമാണ് ഏഴ് മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടി. 6 ഭാഗങ്ങളിൽ 3-ാമത്തെ ഭാഗം 11-ാം അധ്യായത്തോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുന്നു. ക്രിസ്തീയ ആരാധനയോട് അനുബന്ധിച്ച പ്രശ്നങ്ങൾ എന്ന വിഷയം. ഈ അധ്യായത്തെ നമ്മൾ 2ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. ഒന്നാം ഭാഗം അതിന്റെ 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾ സഭായോഗത്തിൽ മൂടുപടം ഇടുന്നതിനെ കുറിച്ച്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ അത് ചിന്തിപ്പാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചു. അടുത്ത ഭാഗം അതിന്റെ 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. അത് കർത്താവിന്റെ മേശയോട് അനുബന്ധിച്ച വിഷയങ്ങളാണ്. ഈ ഭാഗത്തെ നമുക്ക് 3ആയിട്ട് വിഭാഗിച്ച് വീണ്ടും പഠിക്കാം. ഒന്നാം ഭാഗം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോസ്തലനായ പൗലോസിന്റെ ശാസന. രണ്ടാം ഭാഗം അതിന്റെ 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. കർത്തൃമേശയുടെ സ്ഥാപനം. അതിന്റെ 3-ാം ഭാഗം 27 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. മേശയിൽ പങ്കെടുക്കലും ദൈവിക ന്യായവിധിയും. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് ആദ്യത്തെ ഭാഗം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കും. ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്തിന്റെ 2 വാക്യങ്ങളും 23, 24 വാക്യങ്ങളും ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കും. നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 1 Corinthians chapter 11 verse 17 to 24. അതിന്റെ 17-ാമത്തെ വാക്യം. ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. ഇനി ആജ്ഞാപിക്കുവാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഈ അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ പുകഴ്ത്തുന്നില്ല എന്ന് പറയും. അതിന്റെ കാരണം നിങ്ങൾ യോഗം ചേരുന്നത് കൊണ്ട് ഗുണമല്ല ദോഷമാ ഉണ്ടാകുന്നത്. ദൈവജനത്തിന്റെ കൂടിവരവുകളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. സാത്താൻ അതിനെ തകർക്കുവാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് നാം ഓർക്കേണ്ട ഒരു കാര്യം. എങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കാമെന്ന് സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂടിവരവുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കണം. 18-ാമത്തെ വാക്യം. ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഇത് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കക്ഷി ഭിന്നതയല്ല. ചിലർ പൗലോസിന്റെ പക്ഷക്കാരൻ, ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ചിലർ കേഫാവിന്റെ പക്ഷക്കാരൻ, ചിലർ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അതല്ല വിഷയം ഇവിടുത്തേത്. ഇവിടുത്തെ വിഷയം ഭക്ഷണത്തോടനുബന്ധിച്ചിട്ടുള്ള ഭിന്നത.
ധനവാനും ദരിദ്രനും തമ്മിലുള്ള ഭിന്നത. സ്തോത്രം. ഈ വിഷയം കേട്ടത് ക്ലോവയുടെ ആളുകളിൽ നിന്നോ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം അത് ചിന്തിച്ചതാണ്. അല്ലെങ്കിൽ പിന്നാലെ വന്ന സഹോദരന്മാരിൽ നിന്നോ ആകാം. 16-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു. സ്തോത്രം. അപ്പോൾ ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. കേട്ടതെല്ലാം വിശ്വസിക്കുന്നില്ല, എന്നാൽ വിശ്വാസയോഗ്യമായ ചില കാര്യങ്ങളുണ്ട് താനും. എല്ലാം ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ വിശ്വസിക്കുവാൻ തക്കതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 19-ാം വാക്യം. നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെ. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. അതായത് കൊള്ളാകുന്നവർ അല്ലെങ്കിൽ ഉത്തമന്മാർ ആരാണെന്ന് തിരിച്ചറിയുന്നത് ഭിന്നതയുണ്ടാകുമ്പോഴാണ്. അതുവരെ പറഞ്ഞ അന്യഭാഷ ശരിയായിരുന്നോ എന്ന് അന്നേരം അറിയാം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ, ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പോർട്ടേഴ്സുമായിട്ട് വഴക്കുണ്ടാക്കി. ആ പോർട്ടേഴ്സിനെതിരെ ഉപയോഗിക്കുന്ന ഭാഷ വീഡിയോ വഴി വന്നു. അത് കേട്ടത് സത്യമാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പോഴ് കൊള്ളാകുന്നവർ അല്ലെങ്കിൽ ഉത്തമന്മാർ ആരാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ എന്താ പൗലോസ് എഴുതിയിരിക്കുന്നത്? നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. അത് ആവശ്യമാണ്. എന്നാലേ അറിയത്തുള്ളൂ കൊള്ളാവുന്നവൻ ആരാന്ന്. സ്തോത്രം. 20-ാം വാക്യം. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ആദിമസഭയിൽ തിരുവത്താഴത്തിനു മുൻപ് സമൂഹ വിരുന്ന് അല്ലെങ്കിൽ സ്നേഹവിരുന്ന് നടന്നിരുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം ഒന്ന് എടുത്തായിട്ട് ഈ സ്നേഹസദ്യയെ പറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 2 Peter chapter 2 verse 13. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. 2 Peter chapter 2 verse 13 ആണോ? അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്നുവെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. സ്നേഹസദ്യയെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദയുടെ പുസ്തകം എടുത്തായിട്ട് 12-ാം വാക്യം. ജൂഡ് വേഴ്സ് 12. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. സ്തോത്രം. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. അപ്പോൾ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആദിമസഭയിൽ തിരുവത്താഴത്തിന് മുൻപ്
ഈ സ്നേഹവിരുന്ന് അല്ലെങ്കിൽ സമൂഹ വിരുന്ന് നടന്നിരുന്നു. 21 വാക്യം. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. യവനായ ആചാരപ്രകാരം ഓരോരുത്തനും അവനവന്റെ വിഹിതം കൊണ്ടുവരണം. എന്നാൽ സമ്പന്നർ ധാരാളമായിട്ട് ഭക്ഷിക്കുമ്പോൾ ദരിദ്രർക്ക് അല്പം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇവിടെ നാം വായിക്കുന്നു, ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു ഇരിക്കും. ഇത് എവിടാ സംഭവിക്കുന്നത്? ദൈവസഭയിലാന്ന് ഓർത്തോണം. ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ഇത് ഈ ലഹരി പിടിക്കുക എന്ന് പറയുന്നത്, അതിന്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് മെതുവോ എന്ന വാക്കാണ്. മത്തു പിടിച്ച അല്ലെങ്കിൽ ലഹരി പിടിച്ച. ഈ വാക്കിന് അമിതമായിട്ട് ഭക്ഷിക്കുക എന്ന് മാത്രം അർത്ഥമാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അല്പം വീഞ്ഞൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. എങ്കിലേ ആരാധനയ്ക്കൊരു ഉഷാറുള്ളൂ. അപ്പൊ നുറുക്കലിന് മുമ്പായിട്ടൊരു ഉന്മേഷത്തിനല്ലേ? സ്തോത്രം. അങ്ങനെയൊക്കെ വരുന്നവർ ഇപ്പോഴും ഉണ്ട്, ദൈവസഭകളിൽ വരുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ഈ പല കാര്യങ്ങളും പറയുന്നതുകൊണ്ട്. പണ്ട് പോയിക്കൊണ്ടിരുന്ന സഭയില് എന്റെ അടുത്ത് സ്ഥിരമായിട്ട് ഒരാൾ വന്നിരിക്കുമായിരുന്നു. അപ്പൊ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല പുള്ളിയുടെ സ്പ്രേയുടെ മണമായിരിക്കുമെന്ന്. അപ്പൊ എനിക്ക് അപ്പൊ അടുത്ത് വന്നിരുന്ന് ഒത്തിരി സംസാരിക്കും പുള്ളി. കുറെ നാൾ കഴിഞ്ഞ് എനിക്കൊരു സംശയം തോന്നി, പുള്ളിയുടെ ഈ സംസാരത്തിൽ എന്താ. അപ്പം ഞാൻ ഒരാളോട് സംശയം തോന്നിട്ട് ചോദിച്ചു, പുള്ളി എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ അവിടെ പുതുതായിട്ട് പോയതാ സഭയിൽ, എനിക്ക് ആൾക്കാരെ അറിയത്തില്ല. ഞാൻ ആളോട് ചോദിച്ചു, പുള്ളിക്കാരന് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. അത് ബ്രദറിന് അറിയത്തില്ലയോ? പുള്ളി ശാലം അടിച്ചിട്ടാ വരുന്നതെന്ന്. ബ്രദറോടെ ഉള്ളു ഇനി അറിയാനിത്. അതായത് സഭ വരുന്ന എല്ലാവർക്കും, പാസ്റ്ററിനും അറിയാം. പിന്നെ അവിടെ വന്ന് ഇരിക്കുവാൻ അനുവദിക്കുന്നത് ഭയങ്കര. ഒന്ന് ഈ മനുഷ്യൻ ശരിയാണോ അല്ലെങ്കിൽ വരണ്ടെന്ന് പറയണം. മദ്യപിച്ചിട്ട് ദൈവസഭയെ വന്നിരിക്കുക എന്ന് പറഞ്ഞാല് അതായത് അധികകാലം അവിടെ പോകാൻ ദൈവം അനുവദിച്ചില്ല. 22 വാക്യം. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകൾ ഇല്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. സ്തോത്രം. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? നിങ്ങൾ ദൈവസഭയെ അതിനായിട്ട് ദുരുപയോഗം ചെയ്യുകയാണോ? തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടില്ലേ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങൾ സഭയെ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിന്ദിക്കുന്നതിനും ദരിദ്രരായവരെ ലജ്ജിപ്പിക്കുന്നതിനുമുള്ള സ്ഥലമാക്കി ദൈവസഭയെ നിങ്ങൾ മാറ്റുന്നു. ഇവിടെ ധനവാൻ ധാരാളം സാധനങ്ങൾ കൊണ്ടുവരികയും ദരിദ്രനെ കരുതാതെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ആവശ്യാനുസരണം ഭക്ഷിക്കേണ്ടതിന് ആഹാരം പൊതുമേശയിൽ വെക്കേണ്ടതിന് പകരം സമ്പന്നർ ഒന്നിച്ചും ദരിദ്രർ വേറിട്ടും ഭക്ഷിക്കുന്നു. അങ്ങനെയുണ്ടാവും. പൈസ ഉള്ളവരെല്ലാം ഒരു കൂട്ടരും പാവപ്പെട്ടവരെല്ലാം വേറൊരു കൂട്ടരും. ഈ സമ്പന്നർ ദരിദ്രരെ നിന്ദിച്ചതിന്
18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അവിടെ ഭിന്നത, ഭിന്നപക്ഷങ്ങൾ, വിഭാഗീയത, ഭിന്നത, ഷണ്ഠ, അതുപോലെ 21-22 വാക്യങ്ങളിൽ ലഹരി, ലജ്ജ, ഇതിനൊക്കെ കാരണമായി തീർന്നു. സ്തോത്രം. ചുരുക്കത്തിൽ സ്നേഹസദ്യ സ്നേഹമില്ലാത്ത സദ്യയായിട്ട് മാറി. ഇത് കർത്തൃമേശയിൽ പങ്കാളിയാകുന്നതിൽ നിന്ന് അവരെ അയോഗ്യരാക്കുകയും, നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ രോഗവും മരണവും വരുത്തുകയും ചെയ്തു. ഇത് നിസ്സാര കാര്യമല്ല. ഈ സ്നേഹസദ്യകൾ 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികൾ നടത്തിയിരുന്നു. അതിനുശേഷം സഭയിൽ ഇത് നടത്തുന്നത് നിരോധിക്കപ്പെട്ടു. ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറി. സ്തോത്രം. ആരാധനയോട് ബന്ധപ്പെട്ട് സദ്യ നടത്തിയാല് ഈ ആരാധനയുടെ പ്രാധാന്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കും തോന്നാറുണ്ട്, അല്ലേ? സ്തോത്രം. ഈ ഭക്ഷണം ഒരു വലിയ വിഷയമാണ്. നമ്മൾ ഈ അധ്യായത്തിലൊക്കെ പഠിച്ചത് ആ കാര്യങ്ങളെ പറ്റിയ. സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം കടക്കുന്നു. കർത്തൃമേശയുടെ സ്ഥാപനം. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ഈ രാത്രികാലം ചിന്തിക്കും. 23-ാം വാക്യം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. ഏതെങ്കിലും സുവിശേഷ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നതിനു മുൻപേ കർത്തൃമേശയെക്കുറിച്ച് പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. AD 57 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം പൗലോസ് എഴുതുന്നത്. അതിനുശേഷമാണ് എല്ലാ സുവിശേഷകന്മാരും സുവിശേഷ പുസ്തകം എഴുതിയത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ബാക്കിയുള്ള പുസ്തകങ്ങൾ, സുവിശേഷ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നതിന് മുൻപേ കർത്തൃമേശയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. പ്രാപിച്ചത് നമുക്ക് നൽകി തന്നു തന്റെ ഈ ലേഖനത്തിലൂടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് നിയമിച്ചതിനെ കുറിച്ച് പൗലോസ് ഇനി പറയാൻ തുടങ്ങുന്നു. നമുക്കറിയാം, മാളിക മുറിയിൽ തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് നടത്തിയപ്പോൾ പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് ശിഷ്യന്മാരോടുകൂടെ നടത്തിയപ്പോൾ പൗലോസ് അവിടെ ഇല്ല. അന്ന് പുള്ളി ഭയങ്കര ബിസി ആയിരുന്നു. ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരുന്ന സമയമാണ്. കാരണം ന്യായപ്രമാണത്തില് അടിയുറച്ച് വിശ്വസിച്ച അപ്പോസ്തലനായ പൗലോസ് താൻ ശൗൽ ആയിരുന്ന സമയം ക്രിസ്തീയ സഭയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഒരു കാരണവശാലും അദ്ദേഹം ഈ ശിഷ്യന്മാരോടുകൂടെ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഇത് സംബന്ധിച്ച് കർത്താവ് തനിക്ക് വെളിപ്പാട് നൽകിയതായി പൗലോസ് പ്രസ്താവിക്കുന്നു. ഈ വെളിപ്പാട് കർത്താവാണ് പൗലോസിന് കൊടുത്തത്. സ്തോത്രം. പൗലോസിന് നേരിട്ട് വെളിപ്പാട് ലഭിച്ച പല വിഷയങ്ങളും ബൈബിളിൽ കാണുന്നുണ്ട്. കർത്താവിൽ നിന്ന് നേരിട്ട് വെളിപ്പാട് പ്രാപിച്ച പല കാര്യങ്ങളും നമുക്ക് ബൈബിൾ കാണുവാൻ തക്കവണ്ണം കഴിയും. 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാം. ഒന്നാമതായിട്ട് സുവിശേഷ സന്ദേശത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാട് ലഭിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുത്താട്ട് 1-ാം അധ്യായം അതിന്റെ 11-12 വേദഭാഗങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 11 and 12. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ഈ സുവിശേഷം, നിങ്ങളെ അറിയിച്ച സുവിശേഷം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് ഞാൻ പ്രാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് സഭയുടെ മർമ്മം പൗലോസിന് ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയത്, യേശു നേരിട്ട് വെളിപ്പെടുത്തിയത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-3 വേദഭാഗങ്ങൾ. എഫെഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2 and 3. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരുന്നത് പോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സഭയുടെ മർമ്മം വെളിപ്പെടുത്തിയത് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവം നേരിട്ട്. മൂന്നാമതായിട്ട് സഭയുടെ ഉൽപ്രാപണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13 to 17. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരുടെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന വേദഭാഗമല്ലേ. ആരാ മുമ്പേ പോകുന്നേ, രണ്ടാമത് ആരാ പോകുന്നേ, അല്ലേ? ഇത് വെളിപ്പെടുത്തിയത് പൗലോസിനാ. ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയത് പൗലോസിനാ. സ്തോത്രം. ഇവിടെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിച്ചു: കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം പോകും. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ അറിഞ്ഞേ? ദൈവം പൗലോസിന് വെളിപ്പെടുത്തിയതിൽ കൂടി. സ്തോത്രം. ഈ സത്യങ്ങളൊക്കെയും പൗലോസിന് പ്രത്യേകാൽ വെളിപ്പെട്ടവയായിരുന്നു.
ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. നിങ്ങൾക്ക് ഞാനത് ഏൽപ്പിച്ചു. ആദ്യം വാക്രൂപത്തിലും ഇപ്പോൾ രേഖയായും ഞാൻ നിങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചു തന്നു. ഇതും പൗലോസിന് യേശു ക്രിസ്തുവിൽ നിന്നും നേരിട്ട് ലഭിച്ച വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ പുസ്തകങ്ങളിൽ ആദ്യം എഴുതിയത്, സുവിശേഷ പുസ്തകങ്ങളെക്കാൾ മുൻപേ എഴുതിയത് ഈ ലേഖനമാണെന്ന കാര്യവും നാം ഓർത്തിരിക്കുക. 23-ാം വാക്യം കണ്ടിന്യൂ ചെയ്താട്ട്. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പൗലോസ് അന്ത്യ അത്താഴത്തിന്റെ തീയതി കുറിക്കുന്നു. ഇത് ഇന്ന ഡേറ്റിൽ ആ രാത്രിയിൽ സംഭവിച്ചതാ, കെട്ടുകഥയല്ലെന്ന്. ഇത് സംഭവിച്ചത് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയില, ചുമ്മാ കഥയുണ്ടാക്കിയതല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്ന ആ രാത്രിയിൽ അനേക കറുത്ത കൈകൾ അവനെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ പ്രകാശം പരത്തുന്നതായ, ആശ്വാസം അരുളുന്നതായ ഈ ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചു. അന്നത്തെ അവന്റെ മാനസിക സംഘർഷം ഒന്ന് ആലോചിച്ച് നോക്കി. താൻ മരിക്കപ്പെടുവാനായി പോകുക, അതിനുള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുക. അത് യേശുവിന് വ്യക്തമായിട്ട് അറിയാം. അനേക ആളുകൾ തന്റെ പിന്നിൽ അവനെ കൊടുക്കുവാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വലിയ ശുശ്രൂഷ തന്റെ ശിഷ്യന്മാർക്ക് ആശ്വാസം അരുളുന്നതായ, നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്നതായ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നൽകുന്നതായ ഈ ശുശ്രൂഷ യേശു കർത്താവ് സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യൂദയെ അറിയാം, യേശുവിന്റെ കൂടെ നടന്നവനാ. സ്നേഹമില്ലായ്മ, ചതിവ്, കൃതജ്ഞത ഇവിടെയൊക്കെയും പ്രതീകമായിട്ട് യൂദ മാറിയ ഘട്ടത്തിൽ തന്നെ ഓർക്കുന്നതിന് കോടിക്കണക്കിന് ശിഷ്യന്മാർ ഉണ്ടാകാൻ പോകുന്നതിന്റെ ഒരു പ്രവചനമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ശുശ്രൂഷയെ കണ്ടു. തന്റെ കൂടെ നടന്ന യൂദ, അവൻ തന്നെ ചതിച്ചു, നന്ദിയില്ലായ്മ കാണിച്ചു. സ്നേഹിച്ചിട്ടും കർത്താവിനെ അവൻ ഒറ്റിക്കൊടുത്തു. ആ സാഹചര്യത്തിൽ തന്നെ ഓർക്കുവാൻ തക്കവണ്ണം കോടിക്കണക്കിന് ശിഷ്യന്മാരെ അവരൊക്കെയും ഉണ്ടാകാൻ പോകുന്ന അതിന്റെ പ്രവചനമായിട്ട് തന്നെ ഓർക്കുന്ന ഒരു ശുശ്രൂഷ ആ രാത്രിയിൽ യേശു കർത്താവ് സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത്ര ഗൗരവമേറിയ ഒരു അന്തരീക്ഷത്തിലാണ്
യേശു കർത്തൃമേശ നിയമിച്ചതെന്ന് പൗലോസ് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുന്നു. വളരെ ജോളിയായിട്ട് നടന്ന ഒരു സമയത്തല്ല ഇത് ഉണ്ടാക്കിയത്, ഈ കർത്തൃമേശ സ്ഥാപിച്ചത്. ഇത് കർത്താവിന്റെ മേശ അവര് ലാഘവ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് അവരെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. അവരിൽ നിന്ന് വന്ന പ്രവൃത്തികൾ, വിഭാഗീയത, ഷണ്ഠ, ലഹരി, ലജ്ജ, ദൈവസഭയിൽ വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്കുകൾ എഴുതുന്നത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ സന്തോഷകരമായ ഒരു അനുഭവത്തിലല്ല യേശു ഈ ശുശ്രൂഷ ചെയ്തത്. അവൻ മരിക്കാൻ പോകുന്നതിന് മുൻപേ, താൻ സ്നേഹിച്ചവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപേ, തന്നെക്കാൾ ഉപരിയായിട്ട് താൻ സ്നേഹിച്ച ശിഷ്യന്മാരൊക്കെയും തന്നെ വിട്ടുപോകുമെന്ന് അറിഞ്ഞിരിക്കെ ആ രാത്രിയിൽ യേശു ഈ മേശ സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത സഭ ഇത് ചെയ്തതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതി. മറ്റെല്ലാ സഭകൾക്കും ഇതൊരു മുന്നറിയിപ്പാ. പൗലോസ് മരിച്ചതിന് ശേഷം ഇത് സംഭവിച്ചതെങ്കിലോ? ഇവരിത് കാണിച്ചത് കൊണ്ടല്ലേ പൗലോസ് ഇത് എഴുതിയത്. സ്തോത്രം. ഇതെല്ലാ സഭകൾക്കും കർത്തൃമേശയോടുള്ള അനുഭവത്തിൽ അവരാചരിക്കേണ്ട കാര്യമാണ് ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് കൊരിന്ത സഭയിൽ കൂടി പൗലോസ് നൽകി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചു, യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. യോഹന്നാൻ ഒഴികെ 3 സുവിശേഷകന്മാരും കർത്തൃമേശ സ്ഥാപിച്ച കാര്യം പറയുന്നുണ്ട്. സ്തോത്രം ചൊല്ലി എന്നതിന് യുക്കാറിസ്റ്റിയോ, ഞാൻ ഈ വാക്ക് പറയുന്നത് ആ മൂലഭാഷ അതോടുള്ള ബന്ധത്തിൽ നാം ഇനി ഈ വിഷയങ്ങൾ പഠിക്കുന്നതുകൊണ്ട്, യുക്കാറിസ്റ്റിയോ, EUCHARISTEO, യുക്കാറിസ്റ്റിയോ എന്ന വാക്കാണ് ഗ്രീക്കിൽ കാണുന്നത്. സ്തോത്രം ചൊല്ലി എന്നതിന് ഗ്രീക്കിൽ കാണുന്ന വാക്ക്. ഇതിൽ നിന്നാണ് കർത്തൃമേശയ്ക്ക് യുക്കാറിസ്റ്റ്, EUCHARIST എന്ന വാക്ക് പ്രചാരത്തിൽ വന്നത്. സ്തോത്രം ചെയ്തു എന്നതിന് പകരം വാഴ്ത്തി എന്ന പദമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം ചെയ്തു എന്നതിന് പകരം വാഴ്ത്തി എന്ന പദമാണ് നാം സുവിശേഷ പുസ്തകങ്ങളിൽ കാണുന്നത്. നാം പാട്ടും പാടാറുണ്ട്. അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി, അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. ചോദ്യം, യേശു ആരെയാ വാഴ്ത്തി? അപ്പത്തെയാണോ തന്റെ പിതാവായ ദൈവത്തെയാണോ? നമ്മൾ ആരെയാ വാഴ്ത്തുന്നത്? നമ്മൾ അപ്പത്തെ വാഴ്ത്താറുണ്ടോ?
മോതിരം വാഴ്ത്താറുണ്ടോ? കിരീടം വാഴ്ത്താറുണ്ടോ? മറന്നുപോയോ കിരീടം വാഴ്ത്തിയതൊക്കെ? വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശീരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ഇങ്ങനെ വാഴ്ത്തിയിട്ടല്ലേ നമ്മുടെ കഴുത്തേലോട്ടിട്ടെ? മോതിരം വാഴ്ത്തിയിട്ടല്ലേ നമ്മുടെ കയ്യിലോട്ടിട്ടെ? അതുപോലെ അപ്പം വാഴ്ത്തിയിട്ടാണോ നമ്മൾ ഭക്ഷിക്കുന്നത്? സങ്കീർത്തന പുസ്തകം 34 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. പലപ്പോഴും ജോണി പാസ്റ്റർ കാണാതെ പറയുന്നതാ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നമ്മൾ പാടാറുണ്ട്, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. നമ്മൾ പാടുന്ന പാട്ടുകളായതല്ല. ഇവിടെ കർത്താവ് പിതാവിനെ വാഴ്ത്തി, പിതാവിനെ സ്തുതിച്ചു. മറിച്ച് അപ്പവീഞ്ഞുകളെ വാഴ്ത്തുക, അനുഗ്രഹിക്കുക എന്ന ആശയം അല്ല. അപ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞതോ? നമ്മളെ വേദഭാഗം പഠിച്ചതാ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, നമ്മളത് വിശദമായി പഠിച്ചതാ. അനുഗ്രഹം എന്നതിന്റെ മൂലപദം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇലോജ എന്ന വാക്ക് പറഞ്ഞത്. EULOGIA, ഇലോജ. ഇത് പ്രധാനമായിട്ടും 2 അർത്ഥങ്ങളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് അനുഗ്രഹം എന്ന അർത്ഥത്തിലും, രണ്ടാമത്തേത് സ്തോത്രം എന്ന അർത്ഥത്തിലും. സ്തോത്രം ചെയ്യുക എന്നതാണ് ഈ വാക്യത്തിലെ ആശയം. അതായത് ക്രിസ്തു സ്നേഹത്താൽ നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കപ്പെട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം അതിനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ട് നാം സ്തോത്രം ചെയ്യുന്നു. ആരാ സ്തോത്രം ചെയ്യുന്നത്? നമ്മൾ ചിന്തിച്ചതാണ്, സഭ. അവിടെ NIV-യിൽ എഴുതിയിരിക്കുന്ന പരിഭാഷ ഇപ്രകാരമാണ്. നമ്മളന്ന് ചിന്തിച്ചതാ, ഈസ് നോട്ട് ദ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ഫോർ വിച്ച് വി ഗിവ് താങ്ക്സ്. അതായത് നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ എന്നതാണ് ഈ വാക്യത്തിന്റെ ശരിയായ ആശയം. നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ വിഷയം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ്, എനിക്ക് തോന്നുന്നത് 25-ാമത്തെ ക്ലാസ് ആയിരുന്നു തോന്നുന്നു, റെഫർ ചെയ്യാം. മടങ്ങി വരുന്നു. ഇവിടെ അപ്പം നുറുക്കി എന്ന പദം 3 സമവീക്ഷണ സുവിശേഷങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ അപ്പം നുറുക്കി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം എടുത്താട്ട് 26-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 26.
അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. ഇവിടെ നാം വായിക്കുന്ന അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. സ്തോത്രം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. 3-ാം ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 19. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇവിടെ അപ്പം നുറുക്കി, ഇതിൽ നിന്നാണ് കർത്തൃമേശയ്ക്ക് അപ്പം നുറുക്കൽ എന്ന പേര് വന്നത്. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം എടുത്താട്ട് അതിന്റെ 7-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 7. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേനാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു പാതിരാവരെയും പ്രസംഗം നീട്ടി. സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ യേശു അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തത് കൊണ്ടാണ് ഈ കർത്തൃമേശയ്ക്ക് അപ്പം നുറുക്കൽ എന്ന പേര് വന്നത്. സ്തോത്രം. ഇവിടെ 3 വാക്യങ്ങളിലും വാഴ്ത്തി എന്ന പദമാണ് സുവിശേഷ പുസ്തകങ്ങളിൽ നാം കാണുന്നത്. സ്തോത്രം. ഈ വാക്കുകൾ ദൈവിക നന്മയെ അംഗീകരിച്ച് നന്ദി പറയുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ 3 സുവിശേഷ പുസ്തകങ്ങളിലും വാഴ്ത്തി എന്ന പദം നമുക്ക് കാണാം. ഈ വാക്കുകൾ ദൈവിക നന്മയെ അംഗീകരിച്ച് നന്ദി പറയുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പല ഇംഗ്ലീഷ് പരിഭാഷകളും വായിക്കുമ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബ്ലസ്ഡ് എന്ന പദം അതിനകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കൃത്യമായി പരിഭാഷ ചെയ്തിരിക്കുന്ന ചില ബൈബിൾ വേർഷൻസും ഞാൻ വായിക്കാം. ഒന്നാമത്തേത് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടത്, മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 26. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്, when they were eating, Jesus took bread, and when he had given thanks, he broke it and gave it to the disciples. When they were eating, അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ Jesus took bread, യേശു അപ്പമെടുത്തു. And when he had given thanks, അവൻ നന്ദി പറഞ്ഞതിന് ശേഷം he broke it, അവൻ അതിനെ മുറിച്ചു, and gave it to the disciples. NET ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, while they were eating, Jesus took bread, and after giving thanks, he broke it, gave it to the disciples. While they were eating, അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ Jesus took bread, യേശു അപ്പമെടുത്തു. And after giving thanks, അവൻ നന്ദി പറഞ്ഞതിന് ശേഷം he broke it, അവൻ അതിനെ മുറിച്ചു, gave it to his disciples, തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. വേൾഡ് ഇംഗ്ലീഷ് ബൈബിൾ അതുപോലെ ന്യൂ ഹാർട്ട് ഇംഗ്ലീഷ് ബൈബിൾ, ഈ 2 പുസ്തകങ്ങളിലും ഒരേപോലെ എഴുതിയിരിക്കുന്നത്, as they were eating, Jesus took bread, gave thanks for it and broke it. ഇതേ അർത്ഥത്തിൽ തന്നെ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇതേ നിലകളിൽ തന്നെയാണ് എല്ലാ ട്രാൻസ്ലേഷനിലും കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്.
മൂന്നാമത് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 22-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, He took some bread and gave thanks to God for it. Then he broke it in pieces and gave it to the disciples. He took some bread. അവൻ അപ്പം എടുത്തു and gave thanks to God for it. അവൻ നന്ദി പറഞ്ഞു. ആർക്ക്? തന്റെ പിതാവായ ദൈവത്തിന്. Then he broke it in pieces and gave it to the disciples. അതില് മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ ചെക്ക് ചെയ്ത എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഇതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗിവ് താങ്ക്സ്, ഗിവൺ താങ്ക്സ് എന്നാണ് എല്ലാ പരിഭാഷകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 24-ാമത്തെ വാക്യം. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. കർത്താവ് അപ്പം നുറുക്കിയത് അവന്റെ ശരീരം മുറിയുന്നതിന്റെ ദൃഷ്ടാന്തമാണ്. സ്തോത്രം. ഇത് എന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, ഇത് എന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. ഈ അപ്പം മുറിക്കപ്പെടുന്നത് പോലെ എന്റെ ശരീരവും നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടും. ഇത് പ്രവചന പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 52 verse 14. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. 53-ാം അധ്യായം 4-5 വേദഭാഗങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഓർക്കുക, യേശു പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. ആ ശരീരത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഐശയ്യാ ചാപ്റ്റർ 52 verse 14. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം മുറിവേറ്റെങ്കിലും
അവന്റെ ഒരു അസ്ഥി പോലും ഒടിഞ്ഞില്ല. അത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരമേ മുറിക്കുവാൻ തൊക്കെ അവർക്ക് കഴിഞ്ഞുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ട് 19-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 19 verse 36. അവന്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. സ്തോത്രം. അവന്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അതായത് പടയാളികള് ക്രൂശിൽ കിടന്ന 2 കള്ളന്മാരുടെയും കാലൊടിച്ചു. അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ കാലൊടിക്കാൻ വന്നപ്പോഴത്തേക്ക് യേശു മരിച്ചതായിട്ട് കണ്ടു. അതുകൊണ്ട് അവര് കാലൊടിച്ചില്ല. ഇതും തിരുവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. കർത്താവ് അപ്പം നുറുക്കിയത് അവന്റെ ശരീരം മുറിയുന്നതിന്റെ ദൃഷ്ടാന്തമാണ്. എന്നാൽ കർത്തൃമേശ ആചരിക്കുമ്പോൾ അവരവർ അപ്പം മുറിക്കുകയാണ്. അത് നമ്മൾ ചിന്തിച്ച വേദഭാഗമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അപ്പം നുറുക്കിയത് എന്താ അത് കാണിക്കുന്നത്? അവന്റെ ശരീരം മുറിയുന്നതിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അവൻ അപ്പം മുറിക്കുന്നത്. എന്നാൽ കർത്തൃമേശ ആചരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ഓരോരുത്തരും അപ്പം മുറിക്കുന്നു. ഞാൻ അന്ന് പറയുവാൻ തക്കണം ഇടയായി തീർന്നു. ഇന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളില് ദൈവദാസന്മാര് തന്നെ അപ്പം മുറിച്ച് അവരോ മൂപ്പന്മാരോ നമ്മുടെ കരങ്ങളിൽ അത് എത്തിക്കുന്നു. അത് സൗകര്യത്തിന് വേണ്ടി അവർ സഭയ്ക്ക് ചെയ്യുന്ന ഒരു സേവനമാണ്. പുതിയ നിയമ ശുശ്രൂഷകനെ ഒരു ഔദ്യോഗിക കർമ്മിയാക്കരുത്. നമ്മളന്ന് ചിന്തിച്ച കാര്യമാണ്. അദ്ദേഹം ഒരു ഔദ്യോഗിക കർമ്മിയല്ല. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുന്ന 24-ാമത്തെ വാക്യം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. സുവിശേഷകന്മാരില് ലൂക്കോസ് മാത്രമേ ഇത് പറയുന്നുള്ളൂ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 22 verse 19. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ സുവിശേഷന്മാരില് ലൂക്കോസ് മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. സ്തോത്രം. അതെന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നമ്മൾ അങ്ങ് നിസ്സാരമായിട്ട് വായിച്ചു വിടുന്ന അത്. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ ശുശ്രൂഷയുടെ നടുവിലായിരിക്കുമ്പോൾ മറ്റാരേക്കാളും ഉപരിയായിട്ട് കർത്താവിനെ ഓർക്കുന്ന സമയമാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നാം കർത്തൃമേശ എടുക്കുന്ന സമയം മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് കർത്താവിനെ ഓർക്കുന്ന സമയമാണ്. നമ്മുടെ രക്ഷകനെയും നമ്മുടെ വീണ്ടെടുപ്പുകാരനെയുമാണ് നാം ഓർക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതും അവൻ നമുക്ക് എന്തായിരിക്കുന്നു എന്നതും നാം ഓർക്കുക. വാസ്തവത്തിൽ അതാണ് ഓർക്കുന്നേ. ഇതൊക്കെ ഓർക്കാറുണ്ടോ? നമ്മളങ്ങ് ചടങ്ങായി മാറുന്നു പലപ്പോഴും. ഇതൊരു എന്താ പറയാ, എല്ലാ ആഴ്ചയും കൂടുന്നുണ്ടേ കർത്തൃമേശ അടക്കുന്നു, പോകുന്നു, ഭക്ഷിക്കുന്നു. പക്ഷെ നമ്മളിത് വായിച്ചു വിടാറുമുണ്ട്.
എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവെന്ന് പറയുന്നുണ്ടേ, നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടേ കർത്താവിനെ മാത്രമാണോ ഓർക്കുന്നേ? അത് ഉച്ചയ്ക്ക് എന്തോ കറി വെക്കുന്നതെന്നൊക്കെയുള്ള കാര്യമാണോ? ആ സമയത്ത് വേറൊന്നും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷകനാ, ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാ. എന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയായത്. ആ സമയത്ത് എന്നെ മാത്രം ഓർക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പഴയ നിയമകാലത്ത് പെസഹ അത് മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിന്റെ ഓർമ്മയായിരുന്നു. ആവർത്തന പുസ്തകം എടുത്തായിട്ട് 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 16 വേഴ്സ് 3. നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നേണം. തത്രപ്പാടോട് കൂടിയല്ലോ നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടത്. ഇവിടെ നീ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് നീ പെസഹ ആചരിക്കണമെന്നാ പറഞ്ഞത്. മിസ്രൈം ദേശത്ത് നിന്ന് നീ പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് നീ പെസഹ ആചരിക്കണം. അതുപോലെ കർത്തൃമേശ കർത്താവിനെ ഓർക്കുവാനുള്ള ഉപാധിയ. ഇത് ഓർമ്മയുടെ ഒരു വിരുന്ന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിനെ ഓർക്കേണ്ട സമയത്ത് മറ്റൊന്നും ഓർത്തുകൊണ്ട് ആരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കരുത്. അത് മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ആ സമയത്ത് കർത്താവിനെ ധ്യാനിച്ച് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, നമ്മെ വീണ്ടെടുത്ത വിധങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ പൂർണ്ണമായി ധ്യാനിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്തൃമേശയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഒരു സഭയിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ മൂപ്പനാണ് വളരെ വർഷങ്ങളായിട്ട് അപ്പവീഞ്ഞുകൾ വാഴ്ത്തി കൊടുക്കുന്നത്. വിശ്വാസികൾ എല്ലാവരും പുരോഹിതന്മാരല്ലേ? അങ്ങനെയെങ്കിൽ അപ്പവീഞ്ഞുകൾ വാഴ്ത്തി കൊടുക്കുവാൻ എല്ലാവർക്കും അവകാശമില്ലേ? അല്ലെ? പുതിയ നിയമ ശുശ്രൂഷയിൽ നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് വാഴ്ത്തി കൊടുക്കുവാനുള്ള ഹല്ലേലൂയ അവകാശമില്ലേ? അതിനുള്ള ഉത്തരം, അപ്പവീഞ്ഞുകൾ എടുത്തു കൊടുക്കുന്നത് പുരോഹിത ശുശ്രൂഷയല്ല. വാഴ്ത്തി കൊടുക്കുന്നു എന്ന പ്രയോഗവും തെറ്റാ. അപ്പവീഞ്ഞുകളെ ആരും വാഴ്ത്തുന്നില്ല, ദൈവത്തെയാണ് വാഴ്ത്തുന്നത്. അത് കർത്തൃമേശയിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടതാണ്. അത് പാസ്റ്റർ മാത്രം ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ മൂപ്പൻ മാത്രം ചെയ്യേണ്ടതല്ല. സഭ ഒന്നടങ്കം സ്തോത്രം ചെയ്യണം. സോ എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ട്, എല്ലാവരും ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കർത്തൃമേശയിൽ സംബന്ധിക്കുന്നു. ഈ മേശമേലിരിക്കുന്ന അപ്പവും വീഞ്ഞും ഒരാൾ എടുത്തു കൊടുക്കുന്നത് പ്രത്യേക ശുശ്രൂഷയല്ല, അത് മൂപ്പന്മാരുടെ ശുശ്രൂഷയുമല്ല. നമ്മൾ ഈ മൂപ്പന്മാരുടെ ജോലികൾ പറയുന്ന കൂട്ടത്തിൽ എങ്ങും ഇങ്ങനെ ഒരു ശുശ്രൂഷ പറഞ്ഞിട്ടില്ല. കർത്താവ് എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ ഇന്ന് മേശമേൽ നിന്ന് എടുത്തു കൊടുക്കുന്നവർ കർത്താവിന്റെ പ്രതിനിധികളായിട്ട് ആ ശുശ്രൂഷ ചെയ്യുകയല്ല. ഇന്ന്
എല്ലാ വിശ്വാസികളും കർത്താവിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങി ഭക്ഷിക്കുന്നത്, വിശ്വാസത്തോടു കൂടി. കർത്താവിന്റെ പ്രതിനിധിയുടെ കയ്യിൽ നിന്നല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് സൗകര്യാർത്ഥം മേശമേൽ നിന്ന് ഒരാളെടുത്ത് വിശ്വാസികളിൽ ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നതേ ഉള്ളൂ. അത് ഏത് വിശ്വാസിക്കും ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് ഭയഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, ഒരു ശുശ്രൂഷയാണ്. അതിന് ചേർന്ന വിധത്തിൽ ക്രമവും ഭംഗിയുമായി മറ്റുള്ളവരുടെ മുൻപിൽ ദൈവനാമ മഹത്വത്തിന് യോജിച്ചവണ്ണം അത് നടത്തണം. അതിന് യോഗ്യന്മാരായ, അതായത് കൃപയും കഴിവും ലഭിച്ച സഹോദരന്മാർ അത് നിർവഹിക്കേണ്ടതാണ്. സാക്ഷ്യമുള്ള സഹോദരന്മാർ അത് നിർവഹിക്കേണ്ടതാണ്. മൂപ്പന്മാരിൽ ഒരാളെ ചെയ്യാവൂ എന്ന നിർബന്ധമില്ല. എന്നാൽ ദൈവസഭ യോഗ്യരെന്ന് കണ്ടെത്തിയ വ്യക്തികൾ അത് ചെയ്യുന്നതായിരിക്കും ശുശ്രൂഷയ്ക്ക് ഉചിതം. എല്ലാരും കയറി അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മള് ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.